ഡോക്ടറെ ഫീസ് കൊടുത്തു പറഞ്ഞു വിടാനാ ഞാൻ പറഞ്ഞത്. ശ്യാമേ, ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിക്ക് ശ്യാമേ. കുഞ്ഞേച്ചി, ശ്യാമേ, ഇത് കഴിക്ക്. കുഞ്ഞേച്ചി, കുഞ്ഞേച്ചി വരും ശ്യാമേ. കുഞ്ഞേച്ചി. ശ്യാമക്കുഞ്ഞെ, എന്തെങ്കിലും കഴിച്ചോ? ഇല്ല. സത്യമ്മ ഞാനും ഒക്കെ എത്ര തവണ ശ്രമിച്ചു നോക്കിയതാ, ഒരു രക്ഷയില്ല. ദേ, പപ്പിമോൾ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുക. പെട്ടെന്ന് ഇങ്ങോട്ട് വിടണ്ടാന്ന് പറഞ്ഞു രാഘവൻ സാറ്. കാര്യങ്ങളൊക്കെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ശ്യാമക്കുഞ്ഞിനെ കാണിച്ചാ മതിയെന്ന്. അമ്മേ, പെട്ടെന്നിങ്ങനെ കണ്ട സങ്കടമാകുമെന്ന്. അവക്ക് പക്ഷെ ഇപ്പോ എന്തോ സംശയമുണ്ടെന്ന് തോന്നുന്നു. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുവോ ഇപ്പോഴും. കുഞ്ഞ് പറഞ്ഞ് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവാ. വെറുതെ കരയിക്കണ്ട. എപ്പോഴായാലും കാണിക്കണ്ടേ. അതിങ്ങിതാ. ഓ, വരുന്നു സത്യമേ. മോളെ വിടാം. മോൾ അമ്മയെ ശല്യപ്പെടുത്തല്ലേ. എന്നെ വിട്, ഞാനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞില്ലേ. മോളെ നിക്കേ. അമ്മേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ? അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞില്ലേ മോളെ. എന്താ അസുഖം? എന്താ അസുഖമാ? പനിയാ? പനി പോലെ ഒരു അസുഖം. അമ്മേ, 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 അമ്മ എന്താ വിളി കേൾക്കാത്തെ?
അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞില്ലേ മോളെ? മിണ്ടാനും പറ്റില്ല. കുറച്ചേ മിണ്ടു. നോക്കിക്കോ, അമ്മയോട് ഞാൻ ഇനി മിണ്ടില്ല. എന്താ മോളെ? അമ്മയോട് പിണങ്ങി പോയതാ ഞാൻ. അമ്മ ഇനി എന്നോട് ഒരിക്കലും മിണ്ടില്ലേ? മിണ്ടും മോളെ. അമ്മയുടെ അസുഖം ഒന്ന് ഭേദമായിക്കോട്ടെ. എപ്പോഴാ ഭേദമാവാ? അതിനെ ഒരാള് വരണം. ആര്? അമ്മയുടെ കുഞ്ഞേച്ചി. കുഞ്ഞേച്ചിയോ? അമ്മ ഭക്ഷണം കഴിക്കണമെങ്കിലും കുഞ്ഞേച്ചി വരണം. അതെന്താ? കുഞ്ഞേച്ചിയുടെ പേര് മാത്രമേ അമ്മ പറയുന്നുള്ളൂ. അത്രയ്ക്ക് സ്നേഹ? എന്നാ അമ്മയുടെ കുഞ്ഞേച്ചി ഇങ്ങോട്ട് വിളിക്കണം. അത് സത്യമ്മയ്ക്ക് ഇഷ്ടമല്ല മോളെ. എന്നാ അമ്മയും കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. എങ്ങോട്ട്? അമ്മയുടെ കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക്. പപ്പി, ചെറിയ വയല് വലിയ വർത്താനം പറയുന്നു. പോ അവിടുന്ന്. സത്യമേ. രോഹിത്തെ, കൊച്ചുങ്ങളെ നിലയ്ക്ക് നിർത്തിക്കോണം. വലിയ കാര്യങ്ങൾ മുതിർന്നവര് തീരുമാനിക്കും. പോകാൻ. സാർ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് അഹിതമായിട്ടൊന്നും തോന്നരുത്. താൻ പറയടോ. പറയുന്നതാണോ അഹിതം? ഇവിടെ നടക്കുന്നതല്ലേ? അതേപ്പറ്റി തന്നെയാ സാറേ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ വീട്ടിൽ എന്തൊക്കെയാ സാറേ നടക്കുന്നത്? അത് ഭഗവാൻ മാത്രം അറിയാം. അത് തന്നെയാ സാറേ ഞാനും പറഞ്ഞു വരുന്നത്. ഭഗവാൻ അറിയാവുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ ഭഗവാന് മാത്രമേ സാധിക്കൂ. എടോ, ഇയാൾ എന്തേ പറയുന്നേ? സാധാരണ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് സാറേ ഇവിടെ നടക്കുന്നത്. വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി ഇറങ്ങിപ്പോയിട്ട് 6 വർഷമായി. അത് തിരിച്ചു വന്നു കയ്യെത്തും ദൂരത്ത്. എന്നിട്ട് ഈ വീട്ടിൽ വന്നതുപോലെ തന്നെ ഇറങ്ങി പോവേണ്ടി വന്നില്ലേ? പിന്നെ പലതവണ കയറി വന്നിട്ടും ആട്ടി ഇറക്കി വിട്ടു. കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാ രാഘവൻ സാറേ? സമയദോഷം. എന്നിട്ട് വന്ന് മഹാലക്ഷ്മി ഒരിക്കലും ഈ വീടിന്റെ പടി കയറാൻ പറ്റാത്ത സ്ഥിതിയിലായില്ലേ? ഇതിനിടയിൽ സാറ് മരണത്തെ വരെ മുഖാമുഖം കണ്ടു. വിഷ്ണുക്കുഞ്ഞനാണെങ്കിൽ മനപ്രയാസം ഒഴിഞ്ഞൊരു സമയമുണ്ടോ? ഇപ്പതേ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടും ആ മുഖമൊന്ന് തെളിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പതേ ശ്യാമക്കുഞ്ഞിന്റെ കാര്യം തന്നെ കണ്ടില്ലേ? ആ ശരീരത്തിൽ ജീവനുണ്ടെന്നേ ഉള്ളൂ. മുമ്പൊരാൾ ഇവിടെ ഇതുപോലെ കിടന്നത് സാറിന് ഓർമ്മയില്ലേ? ഇടോ പിള്ളേ, താൻ എന്തീ പറഞ്ഞു വരുന്നേ? സാറേ, തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. ശാപങ്ങൾ ഒരുപാട് കിടപ്പുണ്ട് ഈ വീടിന്റെ അടിത്തട്ടിൽ. അതൊക്കെ ഓരോന്നായി ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. സുമംഗലികളുടെ കണ്ണീര് വീണ് കുതിർന്ന തറയായത്. ഇവിടുത്തെ ഓരോ മുറിയിലും അവരുടെ നെടുവീർപ്പുകളുണ്ട്. പിന്നെ സത്യാമ്മ നടത്തുന്ന ഓരോ ന്യായങ്ങൾ, അതിൽ ചിലപ്പോ നിരപരാധികളുടെ ശാപം കൂടെ വന്ന് തറയ്ക്കുന്നത് ഈ വീടിന്റെ നെഞ്ചത്ത് തന്നെയാ സാറേ. എടോ,
അതിനിപ്പോ എന്തോ ചെയ്യണമെന്നാ താൻ പറയുന്നേ? സമസ്ത അപരാധങ്ങളും അമ്മന് മുന്നിൽ തുറന്നു പറഞ്ഞ് തെരുവിൽ ഭിക്ഷ എടുക്കണം സാറേ. അതുകൊണ്ട് ഈ ദോഷം മാറൂ. അത് എന്തോ അമ്മന് മുമ്പിൽ അപരാധങ്ങൾ തുറന്നു പറഞ്ഞ് പിച്ചെടുക്കാനോ? അമ്മനെന്ന് പറഞ്ഞാൽ ഭദ്രകാളി. ഏതെങ്കിലും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് ചെയ്തു പോയ അപരാധങ്ങൾക്ക് മാപ്പ് പറയണം. എന്നിട്ട് കീറ തുണി കൊടുത്ത് നാട്ടുകാരുടെ മുന്നിൽ ഭിക്ഷ എടുക്കണം. എന്നിട്ട് കിട്ടുന്ന നാണയത്തൊട്ടുകൾ അമ്മന്റെ ഭണ്ഡാരത്തിലേക്ക് ഇടണം. അരമനയിൽ തെരുവീതിയിലേക്ക് ഇറങ്ങിയുള്ള ആ പ്രാർത്ഥന അമ്മൻ കേൾക്കാതിരിക്കില്ല. ഭദ്രകാളിക്ക് ഗുരുതിയേക്കാൾ ഇഷ്ടമാ ആ പ്രാർത്ഥന. എടാ പിള്ളേ, കന്യാകുമാരിയിലെ കുട്ടിക്കാലം താനിതരം മറന്നിട്ടില്ലല്ലേ? കന്യാകുമാരിയിലായാലും കേരളത്തിലായാലും ദൈവത്തിന്റെ അനുഗ്രഹം ഒരുപോലെയല്ലേ സാറേ? എന്നാലേ പ്രാർത്ഥനകൾ പല രീതിയിലാണ്. ശ്യാമയെ സുഖപ്പെടുത്താൻ ഗുരുതിയും ഭിക്ഷയൊന്നും അല്ല, ഇവിടെ ചികിത്സയും മരുന്നും ഉണ്ട്. സാറേ, നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ആലോചിക്കാനൊന്നുമില്ല, ഇയാളൊന്ന് പോയേ. ഒരിടത്തൊന്നും ഇരിക്കാൻ പോലും സമാധാനം തരത്തില്ല. ചുമ്മാ അവരൊന്ന് പറഞ്ഞു കൊടുക്കുക. ആ, പറയുന്നത് മനസ്സിലാകാത്തതും മറ്റൊരു സമയദോഷം. ശ്യാമക്കുഞ്ഞ് എത്രയും പെട്ടെന്ന് സുഖമായി വരുമല്ലോ എന്ന് കരുതിയാ ഞാൻ. ജലപാനം പോലും ഇല്ലാതെ എത്ര കാലമാ പ്രീതിക്കുഞ്ഞ് കിടന്നത്. ശ്യാമക്കുഞ്ഞിന് ഇനി എത്ര കാലമാണോ ഭഗവാൻ വിധിച്ചിരിക്കുന്നത്? കാളീക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് പിച്ച എടുക്കണം. കാളിയമ്മേ, എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാ ഞാൻ. അമ്മയ്ക്ക് തീരെ വയ്യ കാളിയമ്മേ. മരുന്നും ഭക്ഷണവും ഒന്നും കഴിക്കുന്നില്ല. അമ്മയുടെ കുഞ്ഞേച്ചി വന്നാലേ മരുന്നൊക്കെ കഴിക്കുള്ളൂ എന്നാ പറയുന്നേ. ഇങ്ങനെയൊന്നും കഴിക്കാതെ കിടന്നാ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന് എല്ലാവർക്കും പേടിയാ. അമ്മയ്ക്ക് അങ്ങനെയൊന്നും പറ്റില്ലേ കാളിയമ്മേ? എനിക്കമ്മേ ഒരുപാട് ഇഷ്ടം കാളിയമ്മേ. എന്റെ അമ്മയെ രക്ഷിക്കണേ കാളിയമ്മേ. അമ്മയുടെ കുഞ്ഞേച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുവരണേ കാളിയമ്മേ. സത്യാമ്മയെ കൊണ്ട് അതിന് സമ്മതിപ്പിക്കണേ കാളിയമ്മേ. ശാപങ്ങളൊക്കെ മാറാൻ കാളിയമ്മയുടെ മുന്നിൽ തെറ്റ് പറഞ്ഞ് ഭിക്ഷ എടുക്കണമെന്നാ രമണനങ്ങള് പറയുന്നേ. ഞാൻ ഭിക്ഷ എടുത്തോളാം കാളിയമ്മേ. ശാപം ഒക്കെ മാറ്റി തരണേ. എന്റെ അമ്മയെ സുഖമാക്കണേ. അമ്മയോട് പിണങ്ങി പോന്നതാ ഞാൻ. അമ്മ പിന്നെ എന്നെ ഒന്നും നോക്കിയിട്ടില്ല, മോളെന്ന് വിളിച്ചിട്ടില്ല. അമ്മയെ കൊണ്ട് എന്നെ മോളെന്ന് വിളിപ്പിക്കണേ കാളിയമ്മേ. അമ്മയെ പഴയതുപോലെ എഴുന്നേപ്പിച്ച് നടത്തിപ്പിക്കണേ. ഞാൻ പിച്ചെടുക്കാം കാളിയമ്മേ. വല്ലതും തരണേ. അങ്കിളേ, എന്താ മോളെ? വല്ലതും തരണേ അങ്കിൾ.
ഇവിടെ ഒന്നുമില്ല, പോ. അങ്കിളെ അങ്കിളെ എന്താ മോളെ? വല്ലതും തരണേ അങ്കിൾ. അങ്കിളെ അങ്കിളെ എന്താ മോളെ? വല്ലതും തരണേ അങ്കിൾ. അങ്കിൾ വല്ലതും തരണേ അങ്കിൾ. പൈസ ഉണ്ട്, കൊടുക്കാം. ഞാൻ ഇന്ന് വരാൻ വേണ്ടി നീ ഒന്ന് ക്ഷമിക്ക്. ഞാൻ നിന്നെ മറന്നുപോയതൊന്നും അല്ല, ഞാൻ വീട്ടിൽ പെട്ടുപോയതാ. അല്ല, വരുമ്പം നിനക്കെന്താ വാങ്ങിച്ചോണ്ട് വരേണ്ടത് പറ? വെള്ളിക്കൊലുസോ? കൊലുസെങ്കിൽ കൊലുസ് വാങ്ങിത്തരാം. കാശൊക്കെ ഉണ്ട്. പോ 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 പോ. നിന്റെ കാര്യത്തിൽ ഞാൻ കാശൊക്കെ നോക്കുവോ? ഇത്തവണയല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ കൊലുസ് ഉറപ്പായിട്ട് ഞാൻ വാങ്ങിച്ചു തരാം. ഇന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു വെക്കാം. പോവാ, അടുത്ത തവണ കൊണ്ടുവരാന്ന്. എങ്കിൽ ശരി, ഞാൻ വരുന്നില്ല. ഒന്ന് പോവാച്ചാ അവിടുന്ന്. അയ്യോ അയ്യോ മോളെ, എണീറ്റേ. എനിക്ക് പേടിക്കണ്ട കേട്ടോ. എന്താടോ ചന്ദ്ര, കുഞ്ഞുങ്ങളുടെ അടുത്തൊരു കയ്യങ്കളി? മെമ്പറെ, ഈ കൊച്ചെന്താ തന്റെ അടുത്ത് പിടിച്ചു പറിക്കാൻ വന്നോ, അതോ കുത്തി കവർച്ച നടത്താൻ നോക്കിയോ? പിച്ച ചോദിച്ച് എന്നെ ശല്യപ്പെടുത്തുമായിരുന്നു ഈ നാശൂലം. അവിടെ വീട്ടിൽ നിന്ന് എന്തോ എടുത്ത് തന്ന പോലെ. വീട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടാണോടോ? നീയൊക്കെ ഭാര്യയുടെ ഓപ്പറേഷനാണെന്നും പിള്ളേരുടെ പഠന ചെലവിനാണെന്നും വീട് വെക്കാനാന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരുടെ പിന്നാലെ കയ്യും നീട്ടി നടക്കുന്നത്. മെമ്പർ അടുത്ത് ഞാൻ അതിനൊക്കെ വന്നിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് കിട്ടുന്നതല്ലേ, മനസ്സുണ്ടേ തന്നാ മതി. അരിയും തിന്ന അടുക്കളക്കാരിയും കടിച്ചിട്ട് നീ പിന്നെ മുറുമുറുക്കുന്നോടാ മെമ്പറെ. അയ്യോ മെമ്പറെ, അത് നീ പറഞ്ഞത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ആരുടെയെങ്കിലുമൊക്കെ മുന്നില് കൈ നീട്ടുന്നവരാ നമ്മളൊക്കെ. നമ്മുടെ മുന്നിൽ ആരെങ്കിലും കൈ നീട്ടുമ്പോ മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുത്തേക്കണം, ഇല്ലെങ്കിൽ നീ കൊടുക്കണ്ട, കേട്ടോടാ. അല്ലാതെ കയ്യാങ്കളിക്ക് നിന്നാലുണ്ടല്ലോ മെമ്പറെ, ആരെങ്കിലും കേട്ടാ നാണക്കേടാ. അപ്പൊ ഇത്തിരി പോന്ന ഈ കൊച്ചിന് നാണക്കേടൊന്നുമില്ല അല്ലേടോ? മെമ്പറെ, അത് ഇനി മേലിൽ കുഞ്ഞുങ്ങളുടെ ആരുടെയെങ്കിലും ദേഹത്ത് നീ തൊട്ടാൽ നിന്റെ കൈ ഞാൻ വെട്ടും, ഓർത്തോ. സരോജ മെമ്പറായി പറയുന്നേ. പോയിക്കോ മോളെ. മോളെ ഏതാ? മുൻപ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഭിക്ഷ എടുക്കാൻ വന്നതാ. ഈ കുട്ടിയെ കണ്ടിട്ട് ഏതോ നല്ല കുടുംബത്തിൽ പിറന്നാണെന്ന് തോന്നുന്നല്ലോ. എന്താ മോളുടെ പേര്? ഇതേതോ സ്കൂൾ യൂണിഫോം ആണല്ലോ. പക്ഷെ ഈ ഉടുപ്പ് പത്മിനി അല്ലേ? SR പത്മിനി. ആട്ടെ, നല്ല ഒന്നാന്തര സ്കൂളിൽ പഠിക്കുന്ന മോളെന്തിനാ ഭിക്ഷ എടുക്കാൻ നടക്കുന്നേ? പോട്ടെ, SR പത്മിനി എന്നല്ലേ പറഞ്ഞത്? ആരാ ഈ എസ് മാറും? അതിന്റെ അച്ഛന്റെ അമ്മയുടെയും പേരാ, രോഹിത്തും ക്ഷാമയും.
പപ്പി ചേച്ചിയുടെ കൊച്ചുമോളാണോ? സത്യാമ്മയുടെയും കൂടി കൊച്ചുമോളല്ലേ നീ? മോൾക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നേ? സമസ്ത അപരാധങ്ങളും അമ്മന് മുന്നിൽ തുറന്നു പറഞ്ഞ് തെരുവിൽ ഭിക്ഷയെടുക്കണം സാറേ. സത്യാമ്മയോട് പറഞ്ഞു കളയല്ലേ ആന്റി ഈ കാര്യം. അമ്മയുടെ അസുഖം ഭേദാവാൻ വേണ്ടിയിട്ടാ ഞാൻ. സത്യാമ്മ അറിഞ്ഞ അടിച്ചെന്റെ തൊട പൊളിക്കും.